الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇൻഷാ അല്ലാഹ് ഇനി പരിശുദ്ധ ഖുർആൻ പാരായണ പരിശീലനം അതിനുവേണ്ടി അല്പസമയം ചിലവഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ നിയമങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള അറിവ് ഒക്കെ നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ അബ്ദുള്ളഖാന്റെ 90-70 എന്ന അബ്ദുള്ളഖാന്റെ സഹോദരി ഭർത്താവ് ഹോസ്പിറ്റലിലാണ്. ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇത്തരം ദീനി പ്രവർത്തനങ്ങൾ, അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടിയിട്ടുള്ള അത് പാരായണം ചെയ്യാൻ, അതിന് പരിശീലനത്തിന് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ, ഇതിന്റെയൊക്കെ ഹഖ് കൊണ്ട് അദ്ദേഹത്തിന്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ സിഫത്തുകളെ കുറിച്ച് പറയുകയായി. അറബി അക്ഷരങ്ങൾ അതിന്റെ മഖ്റജിൽ നിന്ന് അഥവാ അത് പുറപ്പെടുവിക്കേണ്ട സ്ഥലത്തു നിന്ന് പുറപ്പെടുവിക്കണം. അതിനോട് കൂടെ തന്നെ ആ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അതിനുണ്ടാവേണ്ട പ്രത്യേക ശബ്ദത്തിലായിരിക്കണം പുറപ്പെടുവിക്കേണ്ടത്. ആ പ്രത്യേക ശബ്ദത്തിൽ പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സിഫത്ത് പ്രകാരം ചില ഇന്ന അക്ഷരങ്ങൾക്ക് ഇന്ന സിഫത്തുകളുണ്ട്. ആ സിഫത്തുകൾ അനുസരിച്ച് അത് പുറപ്പെടുവിക്കുമ്പോഴാണ് അതിൻ്റെതായ ശബ്ദം ഉണ്ടാവുക. അങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ ആ സിഫത്തുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഷിദ്ദത്ത് എന്ന സിഫത്ത് അഥവാ അതിന്റെ അക്ഷരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അജിദു, ഖാതിം, ബക്കത്ത്. അതുപോലെ തന്നെ അതിന്റെ നേരെ വിപരീതമായ റഖാവത്ത്, അതുപോലെ അതിന്റെ ഇടയിലുള്ള രണ്ടുമല്ലാത്തൊരവസ്ഥ, അതിന് ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് കടക്കുന്നില്ല. ഇനിയുള്ളത് അൽ ഹംസ്. ഹംസ് എന്ന് പറയുന്ന സിഫത്ത്. ഹംസ്, ഹ മീം സീൻ, ഹംസ്. അതിന്റെ നേരെ വിപരീതമാണ് എന്ത്? റഖാവ, റഖാവത്ത്, റാ ഖാ പിന്നെ വാവ് ത, റഖാവത്ത്, റിഹ്വ എന്നും പറയും. അപ്പൊ എന്താണ് ഹംസ് എന്ന് പറഞ്ഞാല്? ഹംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹഫീഫാക്കന്നെ, വളരെ നൈസായിട്ട് ഇങ്ങനെ കേൾക്കുക എന്നുള്ളൊരവസ്ഥ, അതിനാണ് ഹംസ് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇങ്ങനെ ശബ്ദം വളരെ നൈസായിട്ട് ഹഫിയായിട്ട് കേൾക്കുക എന്നാണ് അതൊരർത്ഥം. മറ്റേതായിട്ട് അതിന്റെ ഹംസ് എന്നുള്ളതിന്റെ വാക്കർത്താണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷെ നമ്മൾ തജ്വീദ് കൊണ്ട് ഹംസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിന്റെ ശബ്ദം ഉണ്ടാവണമെങ്കിൽ അതിന്റെ രണ്ട് സ്ഥലം തമ്മിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തമ്മിൽ ടച്ചാകുക, ഈ ഒരവസ്ഥയാണ് ഷിദ്ദത്ത്. എന്നാൽ ഹംസ് എന്താണ്? ഹംസ് ഇങ്ങനെ ടച്ചാവാതെ ഇങ്ങനെ രണ്ട് സ്ഥലം കൂടി അകന്നിങ്ങനെ നിൽക്കും. അകന്ന് നിൽക്കുമ്പോ എന്തുണ്ടാവും? കാറ്റിഷ്ടം പോലെ പുറപ്പെടും, പുറത്തേക്ക് ഇങ്ങനെ പോകും. അങ്ങനെയല്ല, ഉച്ചരിക്കുമ്പോ രണ്ട് സ്ഥലം കൂടി ടച്ചാവൂല. ടച്ചാവാതെ ഇരിക്കുമ്പോ എന്താവും? നമ്മൾ ശ്വസിച്ച ശ്വാസം പുറത്തേക്ക് ഈസിയായിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ പോകും. അപ്പോ അതിനാണ് എന്ത് പറഞ്ഞത്? ഈ അവസ്ഥക്കാണ് ഹംസ് എന്ന് പറഞ്ഞത്. മറ്റത് നമ്മള് ഇൻഹിബാസ് ജറയാന് സൗത്താണെങ്കിൽ ഇത് എന്താണ്? ആ തടസ്സം, അതായത് ശബ്ദം ഇങ്ങനെ പുറപ്പെടുന്ന തടസ്സം ചെയ്യുക. എന്ത്? ഷിദ്ദത്ത് എന്ന് പറഞ്ഞാൽ ആ ശബ്ദം ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരവസ്ഥക്ക് എതിരാവുക, അതിനെ പിടിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിലോ, ഇതാണെങ്കിലോ ഇതെങ്ങനെയാണ്? ഇത് ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാല് ഇത് ആ കാറ്റിങ്ങനെ ഇഷ്ടം പോലെ പോകുന്ന ഒരവസ്ഥ. കാരണം അതിന്റെ മഖ്റജ് തെറ്റാവാത്തതിന്റെ പേരിൽ. അതിന്റെ അക്ഷരങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഫഹസ്സഹു ശഖ്സുൻ സകത, ഫഹസ്സഹു ശഖ്സുൻ സകത. ഫ അപ്പോൾ തന്നെ ഹ, അപ്പോൾ തന്നെ സ, പിന്നെ ഹ, പിന്നെ ഷീൻ, പിന്നെ ഖ, പിന്നെ സാദ്, പിന്നെ സീൻ, കാഫ്, ത. ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോ ഇപ്പോ ഫ ഉച്ചരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? സുക്കൂന് കൊടുത്തിട്ട് അഫ് അഫ്, കാറ്റിങ്ങനെ അഫ് എന്ന് പറയുമ്പോ നമ്മളെ കൈ മുഖത്ത് ഇങ്ങനെ വായന്റെ അവിടെ കൊടുന്ന് വെച്ചിട്ട് ഞങ്ങള് അഫ് എന്ന് പറഞ്ഞു നോക്കി. അഫ്, കാറ്റിങ്ങനെ കൈമത്തും. അപ്പോ ഇഷ്ടംപോലെ കാറ്റിങ്ങനെ പോകണം. അതാണ് ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അപ്പൊ ഈ പറയുന്നത്. കാറ്റിങ്ങനെ പോകും. എന്താണ് ഹംസ് എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആ അക്ഷരം ഉച്ചരിക്കുമ്പോ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ മുഖത്ത് വെച്ച് നോക്കിയാൽ കാറ്റിങ്ങനെ വെള്ളം കൈമൊക്കെ കിട്ടും. അഫ്, അതുപോലെ തന്നെ അഹ്, അഫ്, അഹ്, അഷ്, അഹ്, അസ്, അസ്. പിന്നെ ശക്കത്താളെ കാഫും താവും എപ്പോഴാണ്? അക്, അക്. ആദ്യം ശിദ്ദത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഉച്ചരിക്കുക, ഹംസ് കൊടുക്കുക. അത് തായിനും കാഫിനുള്ള പ്രത്യേകതയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഹംസ് എന്ന് പറയുന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ. ഏത്? ഫഹസ്സഹു ശഖ്സുൻ സകത, ഫഹസ്സഹു ശഖ്സുൻ സകത. ഫ ഹ ഫ ഹ ഷീൻ ഖ സാദ് സീൻ കാഫ് ത. ഈ അക്ഷരങ്ങളാണ് ഏത്? ഹംസ് എന്ന് പറയുന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ അക്ഷരങ്ങൾക്കൊക്കെ സുക്കൂനാകുമ്പോൾ പ്രത്യേകിച്ചും നമ്മൾ അതിനെ ഉച്ചരിക്കുമ്പോൾ കാറ്റിനെ യഥേഷ്ടം പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് ഉച്ചരിക്കേണ്ടത്. അതാണ് നമ്മൾ ബിസ്മി എന്നൊക്കെ പറയുമ്പോൾ കാറ്റൊക്കെ പോയിട്ട് വലുതാക്കണ എന്തിനാണ്? അക്ഷരത്തിന് വലുതാക്കണ എന്തിനാണ്? അതിന് റഫാവത്ത് എന്ന സുഖത്തിന് അതിന് ഇങ്ങനെ പോകുമ്പോ കാറ്റിങ്ങനെ പുറപ്പെടേണ്ടത് എന്തുകൊണ്ടാണ്? അത് ഹംസ് എന്ന സുഖത്തുള്ളത് കൊണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ളത് എന്നാൽ ഇതിന്റെ നേരെ എതിരാണ് ഏത്? ഏത്? പിന്നെ ജഹർ എന്ന് പറഞ്ഞത്. ജഹർ, ജഹർ ഇതിന്റെ ഹംസിന്റെ നേരെ എതിരാണ് ജഹർ അഥവാ ഷിദ്ദത്ത് നാം പറഞ്ഞു. അതിന്റെ നേരെ എതിര് റഫാവത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അതേസമയത്ത് ഹംസ് എന്നതിന്റെ നേരെ വിപരീതം എതിര് ജഹർ. അങ്ങനെ. അപ്പൊ ഈ ജഹർ എന്ന് പറഞ്ഞാല് നേരെ ഓപ്പോസിറ്റ് നേരത്തെ പറഞ്ഞു. ഹംസ് എന്ന് പറയുമ്പോ ഇഷ്ടംപോലെ കാറ്റിങ്ങനെ ഈ അതിന്റെ മഖ്റജ് ഇങ്ങനെ വിട്ടായത് കൊണ്ട് അടുത്ത് വരാത്തതിന്റെ പേര് ഉച്ചരിക്കുമ്പോൾ യഥേഷ്ടം കാറ്റ് പുറത്ത് പോയിരുന്നു എന്ന് നമ്മൾ ഹംസിന് പറഞ്ഞു. എന്നാൽ അതിന്റെ നേരെ വിപരീതമാണ് ജഹർ എന്ന് പറഞ്ഞത്. അങ്ങനെ കാറ്റ് പുറത്തേക്ക് പോവില്ല. അതിന്റെ അക്ഷരങ്ങൾ ഏതാണ്? ഫഹസ്സഹു ശഖ്സുൻ സകത എന്ന അക്ഷരം കഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങൾ, ഈ അക്ഷരമില്ലാത്ത മറ്റ് അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഈ അവസ്ഥ ഉണ്ടാവും. അതിലിപ്പോ ഖാഫ് നമുക്ക് കാണാനില്ല. ഫഹസ്സഹു ശഖ്സുൻ സകത എന്നുള്ള ഖാഫില്ല. അതാണ് മഖ്തൂ എന്ന് പറയുമ്പോ ഖാഫ് ഉച്ചരിക്കുമ്പോ എന്തുണ്ട്? ഈ അവസ്ഥ ഒന്നുമില്ലല്ലോ. ഇഷ്ടംപോലെ കാറ്റ് പുറത്തേക്ക് പോകുന്ന അവസ്ഥ ഒന്നുമില്ല. അപ്പൊ പിന്നെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ഈ വത്തറയിന് അല്ലെങ്കിൽ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു സാധനം, ഒരു രണ്ട് മാംസ കഷ്ണം ഉണ്ടാവും എവിടെ? തൊണ്ടയുടെ അങ്ങേയറ്റത്ത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? നമ്മൾ ഈ ഓല എന്ത് ഉണ്ടാക്കുന്നുണ്ട്? തെങ്ങിന്റെ ഓല ഇങ്ങനെ അതിന്റെ ഇടയിൽ രണ്ട് ചെറിയ പീസ് വെച്ചിട്ട് മുറിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിസിലുണ്ടാക്കും. അങ്ങനെ എന്നിട്ട് അങ്ങനെ ആയിട്ടിങ്ങനെ അതിന്റെ ഉള്ളിൽ കൂടെ ഏറുകൊണ്ട് കടത്തിയിടുമ്പോ നല്ല ശബ്ദം ഉണ്ടാവും. പിസിലുണ്ടാക്കി അങ്ങനെയല്ല. അത് എപ്പോഴാണ് ആ പിസിലുണ്ടാകുന്നത്? അതിനൊരു ആ കാറ്റിന് പോകുമ്പോ ഒരു പ്രത്യേക തരിപ്പുണ്ടായിട്ടാണ്. അഥവാ അത് ആ അതിന്റെ ഇടയിൽ വെച്ച രണ്ട് ചെറിയ കഷ്ണം, ഓലന്റെ കഷ്ണം അതിന്റെ നിശ്ചിത അളവിൽ അടുത്ത് വരുമ്പോ അതിന്റെ ഇടയിലൂടെ കാറ്റ് പോകുമ്പോ അതിങ്ങനെ കിടന്ന് പിടച്ചിട്ട് എന്തുണ്ടാവുന്നു? പിന്നെ ശബ്ദം ഉണ്ടാകും.
ഇതേപോലെ ഇങ്ങനത്തെ ഒരു നമ്മളെ തൊണ്ടയില് അങ്ങേ അറ്റത്ത് 2 മാംസ കഷ്ണമുണ്ട്. അത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കിടന്ന് പെടക്കും. ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പെടക്കും. ചിലതാകുമ്പോൾ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ അകന്നു നിൽക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ വിസിലുണ്ടാക്കുമ്പോൾ അതിങ്ങനെ നിശ്ചിത അടുത്ത് വന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ കാറ്റ് പോകുമ്പോഴാണ് ഈ ഭയങ്കര ശബ്ദം ഉണ്ടാകുക. ആ കഷ്ണം വെച്ചത് ഇങ്ങനെ കുറച്ച് അകന്നിട്ടാണെങ്കിലോ പിന്നെ അതിൽ കൂടെ ഊടുമ്പോൾ വെറും കാറ്റിങ്ങനെ പൂച്ചിട്ട് പോവാന്നല്ലാതെ എന്തുണ്ടാവില്ല, ആ പ്രത്യേക ശബ്ദം ഉണ്ടാവില്ല. അങ്ങനെയല്ല ഇപ്പൊ നമുക്കറിയാലോ. അതൊക്കെ നമ്മളൊക്കെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. ആ ഓലയുടെ തെങ്ങിന്റെ ഓല മുറിച്ച് അതുകൊണ്ടുള്ള വിസില് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ന് കേൾക്കുന്നുണ്ട്. യാതൊരു ചലനവൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് നമ്മൾ തൊണ്ടയുടെ അങ്ങേയറ്റത്തുണ്ട്. എവിടെയും അങ്ങേയറ്റത്തെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പൊ നമ്മള് ഇങ്ങനെ ആക്കുമ്പോ അങ്ങനെ ഉണ്ടാക്കി നോക്കി അങ്ങനെ ആക്കും. നമ്മൾ തൊണ്ട ഇങ്ങനെ ആക്കൂല, അപ്പൊ ഇങ്ങനെ തമ്മിൽ മുട്ടുന്നതായിട്ട് ഒരു അനുഭവം ഉണ്ടല്ലോ നമുക്ക്. അങ്ങനെ ആക്കുമ്പോ അങ്ങേ അറ്റത്ത് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ഒരു തോന്നലുണ്ടല്ലോ, അവിടെ ആയിരിക്കും അത്. അവിടെയാണ് നമ്മൾ എന്തെങ്കിലും കുടുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്നൊക്കെ അങ്ങേ അറ്റത്തുനിന്നുണ്ടാക്കുന്നത് ആ സ്ഥലത്താണിത്. അപ്പോഴേ ഈ 2 മാംസ കഷ്ണം നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോ ഈ 2 കഷ്ണം ഇങ്ങനെ അകലം കൂടുതൽ അകലത്തിൽ നിന്നുകൊണ്ടിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ട്. ഈ ഫഹസഹു ശഖ്സുൻ സകത എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, അഥവാ ഹംസ് എന്ന് പറയുന്ന പിന്നെ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 2 മാംസ അകല പാലിക്കൽ, കൂടുതൽ അകലത്തിൽ നിൽക്കുന്നത്. കൂടുതൽ അകലത്തിൽ കടമാൻ അകലം എന്നല്ലായിരുന്നു, അവിടെ കൊണ്ടുണ്ടാകുന്ന ഒരു അകലല്ലായി ഉണ്ടാവൂല. അങ്ങനെ എന്നാൽ ഈ ജഹ്ർ എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്തുണ്ട്, ഈ കഷ്ണങ്ങൾ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ വരും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ഇങ്ങനെ ടച്ചായിട്ട് ഇങ്ങനെ കണ്ട് പടക്കും. അപ്പോൾ അതിനൊരു തരിപ്പും ഉണ്ടാവും. ഈ തരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ അറിയാം, ഈ ഫഹസഹു ശഖ്സുൻ സകത എന്ന അക്ഷരമല്ലാത്ത അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കൈ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തൊണ്ടന്റെ അടിഭാഗത്ത് നിന്നോടുത്ത് ആ ഭാഗത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ കൈ വെച്ചാല് ചിലപ്പോൾ തരിപ്പ് വരും, ചിലപ്പോൾ തരിപ്പില്ലാതെ ഉണ്ടാവും, ഈ ശബ്ദങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ ജഹ്ർ എന്ന അഥവാ ഫഹസഹു ശഖ്സുൻ സകത എന്ന അക്ഷരമല്ലാത്ത ബാക്കിയുള്ള അക്ഷരം ഉണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോ ഓ എന്ന് പറഞ്ഞാണ് അങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വിരൽ വെച്ചാലുണ്ടാവും, നമ്മൾ വിരലിന് ഒരു തരിപ്പ് അനുഭവപ്പെടും. അതേ സമയത്ത് സാ എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്ന് പറയുമ്പോ സാ എന്ന് പറയുമ്പോ ആ ഒപ്പം ഉണ്ടായതുകൊണ്ട് ചിലപ്പോ ശബ്ദം കേൾക്കും. അതിനകത്ത് സുക്കൂന് കൊടുത്തിട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ അങ്ങനെ പറയുമ്പോഴൊന്നും ഇവിടെ തരിപ്പ് തോന്നൂല. അതെന്തോ പറയുമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ജഹർ എന്ന സിഫത്തുള്ള അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും, തൊണ്ടയിൽ നിന്ന് ആ ഭാഗത്ത് അങ്ങേ അറ്റത്തു നിന്ന് ഈ തരിപ്പ് അനുഭവപ്പെടും. ഇത് അതിന്റെ മറ്റൊരു വശമാണ്, ജഹറും ഹംസും ഉള്ള വ്യത്യാസം. അഥവാ ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോ ഈ പറഞ്ഞ വത്തറൈൻ അല്ലെങ്കിൽ വത്തറാനി സൗത്തി എന്ന് പറയുന്നു. വത്തർ എന്ന് പറഞ്ഞ സാധനം 2 വത്തറാനി എന്ന് പറയും ഈ 2 മാംസ കഷ്ണത്തിന്. അത് കൂടുതൽ അകലം നിന്നിട്ടായിരിക്കും ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോണ്ടാവുക. മറ്റേതാവുമ്പോഴോ അങ്ങനെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടച്ചായി ഇങ്ങനെ പടപടക്കുമ്പോ അപ്പോഴാണ് ഈ തരിപ്പ് നമുക്ക് പുറത്ത് അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ അജിദു ഖത്ലും ബഖത്തി എന്നത് ഷിദ്ദത്തി എന്ന സിഫത്തുള്ള അക്ഷരങ്ങളാണ്. ലിൻ ഉമർ എന്നുള്ളത് ബൈനിയ എന്ന സിഫത്തുള്ള അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള അക്ഷരങ്ങൾ റഖാവത്ത് അല്ലെങ്കിൽ റിഹ്വ എന്ന സിഫത്തുള്ള അക്ഷരങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ വിശദീകരിച്ചിരുന്നു. അതിന്റെ ശേഷമുള്ളതാണ് ഹംസ്, അതിന്റെ നേരെ വിപരീതം ജഹർ. ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ ഫഹസ്സഹു ശഖ്സുൻ സകത. അതിന്റെ ബാക്കിയുള്ള അക്ഷരം ഈ പറഞ്ഞ അക്ഷരമില്ലാത്ത ബാക്കി അറബി അക്ഷരങ്ങൾക്ക് ജഹർ എന്ന സിഫത്തുണ്ട്. ഹംസ് എന്ന് പറഞ്ഞാല് ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ മറ്റുള്ള അക്ഷരങ്ങളെ അപേക്ഷിച്ച്
നമ്മൾ ശ്വസിച്ച ശ്വാസം പുറത്തേക്ക് ഈസി ആയിട്ട് പോകുന്നു. കാരണം എന്താണ്? ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ആ മഖ്റജ് കൂടുതൽ ഉണ്ടാവില്ല, ടച്ചാവൂല. അതുപോലെ തന്നെ ഈ പറഞ്ഞ വക്കർ അതിങ്ങനെ അകന്നു നിൽക്കുകയൊക്കെ ചെയ്യും. ഈ ഒരവസ്ഥയിൽ എന്താണ് കൂടുതൽ കാറ്റ് പുറത്തേക്ക് പോകുന്നു. ഇഹ്ദിന ഫഹസ്സഹു എന്ന് പറഞ്ഞത് ഉണ്ടല്ലാണ്. ഇഹ്ദിന കാറ്റിങ്ങനെ നല്ല പുറത്തു പോകുന്നുണ്ടല്ലോ. അപ്പൊ തന്നെ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ അങ്ങനെയാണ്. അതേ സമയത്ത് ഇതിന്റെ നേരെ വിപരീത അക്ഷരം അഥവാ ജഹർ എന്ന സിഫത്തുള്ള അക്ഷരങ്ങൾ എന്തില്ല, ഇത്ര കാറ്റ് പുറത്തു പോവില്ല. ഇതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അതിന്റെ മറ്റൊരർത്ഥം നാം ഉൾക്കൊള്ളേണ്ട വശം എന്താണ്? ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ അവസ്ഥയിലായിരിക്കണം ഉച്ചരിക്കേണ്ടത് എന്നതാണ് നാം ഇപ്പോ ഖുർആൻ പാരായണത്തിൽ നാം ഉൾക്കൊള്ളേണ്ട കാര്യം. തജ്വീദ് പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിന്റെ പുറമെ ഖുർആൻ പാരായണം ചെയ്യുന്നപ്പോ ഇതൊക്കെ പഠിച്ചത് കൊണ്ട് കാര്യമില്ല, പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രാവർത്തികമാക്കാൻ മെയിൻ ആവശ്യം. ഖുർആൻ പാരായണം വരുമ്പോൾ തിയറി അല്ല ആവശ്യം, പ്രാക്ടിക്കലാണ് ആവശ്യം. തിയറി ജീവിതം ഇങ്ങനെ പഠിക്കുക, നിയമങ്ങളൊക്കെ അങ്ങനെ പഠിക്കുക. പക്ഷെ തിയറി കൊണ്ട് മാത്രം ഓതാൻ അറിയില്ല. ഓതാനാണ് ഇതിനായി പ്രാക്ടിക്കലാണ് ഖുർആൻ പാരായണത്തിന്റെ മെയിൻ വിഷയം. അപ്പൊ പ്രാക്ടീസ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് ഇസ്തിഅലാ എന്ന സിഫത്താണ്. അതുപോലെ തന്നെ ഇസ്തിഫാൽ. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ഹംസ് എന്ന സിഫത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിന്റെ അക്ഷരങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫഹസ്സഹു ശഖ്സുൻ സകത. എന്താണ്? ഫഹസ്സഹു ശഖ്സുൻ സകത. ഫ ഹ പിന്നെ സ ഹ ഷീൻ ഖാ സ്വാദ് പിന്നെ സകത സീൻ കാഫ് ത. ഇതാണ് ഹംസ് എന്ന സിഫത്തുള്ള അക്ഷരങ്ങള്. ഹംസ് എന്ന സിഫത്ത് എന്ന് പറഞ്ഞാല് ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ കാറ്റ് മറ്റുള്ള അക്ഷരത്തെ അപേക്ഷിച്ച് കാറ്റിങ്ങനെ കുറെ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. കാരണം എന്താണ്? ആ മഖ്റജ് ഒരു കാരണം. ഈ ശിദ്ദത്ത് എന്ന് പറഞ്ഞ സിഫത്തില്ലാത്തതിന് ഒരു കാരണം. ഈ ഫഹസ്സഹു ശഖ്സുൻ സകത എന്നുള്ളത് അതിൽ കാഫിനും തായനാണ് ശിദ്ദത്തുള്ളത്. പക്ഷെ അത് ശിദ്ദത്ത് ആദ്യം പിന്നെ ഹംസ് രണ്ടാം പ്രാവശ്യം ഉച്ചരിക്കുക. എസക്ക് മറ്റുള്ള അക്ഷരങ്ങൾക്കൊന്നും ഈ അവസ്ഥയില്ല. പിന്നെ ഈ ശബ്ദം ഉണ്ടാക്കുന്ന ആ വക്കർ എന്ന സാധനം, ആ മാസ കഷ്ണം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഇങ്ങോട്ട് അകന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ശ്വാസം കൂടുതൽ ഈസി ആയിട്ട് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെയൊക്കെയാണ് ഹംസ് എന്ന സിഫത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇപ്പറഞ്ഞതിന്റെയൊക്കെ എതിര് ജഹറു എന്നുള്ള അവസ്ഥ. അപ്പൊ ഇതാണ് ഹംസ്. അതുപോലെ തന്നെ അതിന്റെ നേരെ വിപരീതം ജഹറു. അപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ കേൾക്കാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കുക. എന്താണ് ഹംസ്? ഖുർആൻ തജ്വീദിൽ ഹംസ് എന്ന ഒരു സിഫത്ത് ഉണ്ട്. ആ സിഫത്തിന്റെ അതിലുള്ള അക്ഷരങ്ങൾ ഫഹസ്സഹു ശഖ്സുൻ സകത. എന്താണ് ഈ ഹംസ് എന്നുള്ളതിന്റെ സ്വഭാവം? എന്താണ് ആ ഒരു സ്വഭാവം? ഒന്ന് ഇന്ന സിഫത്ത് ഉണ്ട് എന്ന് നമ്മൾ സിഫത്തുകളുടെ കൂട്ടത്തിൽ ഇന്നൊരു സിഫത്ത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിപ്പോ ഈ ഹംസ് എന്ന് പറഞ്ഞ ഒരു സിഫത്ത് ഉണ്ടെന്ന് അതിന്റെ പേരിനെ നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താണ് മറ്റൊരു ഭാഗം? എന്താണ് അതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏതാണ് അക്ഷരങ്ങൾ? ഫഹസ്സഹു ശഖ്സുൻ സകത എന്നുള്ള അക്ഷരങ്ങൾ. പിന്നെന്താണ് മൂന്നാമത്തത്? ഈ അക്ഷരം അതിന് ഈ സിഫത്ത് എന്താണ്, എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ സിഫത്ത് വന്നത്? അതിന്റെ ഇത് മനസ്സിലാക്കിയാൽ ഇത് ഉച്ചരിക്കുമ്പോ കാറ്റൊക്കെ പുറത്തുകനെ പോവും. അവയെ ആ രണ്ട് പിന്നെ ഇത് ഉച്ചരിക്കുന്ന സമയത്ത് അതിന്റെ രണ്ട് മഖ്റജ് തമ്മിൽ പൂർണ്ണമായിട്ട് ടച്ച് ആവൂല. അതുകൊണ്ട് തന്നെ കാറ്റ് പുറത്തേക്ക് ഈസിയായി പോകുന്ന അവസ്ഥ. അപ്പൊ തന്നെ ഈ ശബ്ദം ഉണ്ടാക്കുന്ന വത്തറാനി സൗത്തിയ എന്ന് പറഞ്ഞ വത്തറ എന്ന് പറഞ്ഞ രണ്ട് മാംസ കഷ്ണം അത് ഇങ്ങനെ ഇത് ഉച്ചരിക്കുമ്പോ ഇങ്ങനെ അകന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ കാറ്റ് ഉള്ളുന്ന് ശ്വസിച്ച ശ്വാസം പുറത്തേക്ക് ആ കൂടി നിൽക്കുന്നേക്കാൾ കൂടുതൽ പുറത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇതിനാണ് ഇപ്പൊ എന്ത് പറയുന്നത് ഹംസ് എന്ന് പറയാം. എന്നാൽ ഇപ്പറഞ്ഞതിന്റെയൊക്കെ നേരെ വിപരീതം എന്ത്? ജഹർ എന്ന് പറയുന്നത്. ജഹർ എന്ന സിഫത്ത് ഹംസ് എന്നതിന്റെ നേരെ വിപരീതമാണ്, നേരെ എതിരിലാണ്. അതിന്റെ അക്ഷരങ്ങൾ ഫഹസ്സഹു ശഖ്സുൻ സകത എന്ന അക്ഷരം ഒഴിച്ച് ബാക്കിയുള്ള അക്ഷരങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ജഹർ എന്ന ആ സിഫത്തുള്ള അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നമ്മൾ തൊണ്ടയുടെ അങ്ങേയറ്റത്ത് നമ്മൾ വിരൽ വെച്ച് നോക്കിയാൽ ആ തരിപ്പ് നമുക്ക് അനുഭവപ്പെടും. ആ തരിപ്പ് എന്തുകൊണ്ടാണ്? ഈ വക്കർ ആ മാംസകഷ്ണം ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ ഈ അക്ഷരം ഉച്ചരിക്കും മറ്റേനെ അപേക്ഷിച്ച് കൂടുതൽ ഇങ്ങനെ ടച്ചാകുന്നുണ്ട്, പെടപെടക്കുന്നത് കൊണ്ടാണ് ആ ശബ്ദം പുറത്തേക്ക് പോരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിന് മനസ്സിലാക്കുക.
എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കലല്ല. വീണ്ടും പറയട്ടെ, നമ്മളെ മെയിൻ ഉദ്ദേശം നമ്മൾ ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ ഈ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഉച്ചാരണം നമ്മുടെ ഭാഗത്തുണ്ടാവലാണ് മെയിൻ കാര്യം എന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അക്ഷരങ്ങളൊക്കെ ഉച്ചരിച്ചിട്ട് ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ഓതാൻ വേണ്ടി ആരംഭിക്കാം. ഇൻഷാ അല്ലാഹ് അബ്ദുള്ളാക്കുണ്ട്, കുമ്പള സാഹിബുണ്ട്, തൗലിയത്തുണ്ട്, നൂറുൽ അമീൻ ഉണ്ട്. അപ്പോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കുമ്പള സാഹിബൊക്കെ അവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. കൈപ്പൊന്തിച്ചിട്ട് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ തൂലിയത്ത് മൈക്കെടുക്കാം. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താപ്പോ മൈക്കെടുക്കാൻ ആരും ഇല്ലേ? ആരുള്ളത്? തൂലിയത്ത് അവിടെ ഉണ്ടോ? തൂലിയത്ത് അബ്ദുള്ളക്ക് ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും ആരും കേട്ടിട്ടില്ല. പിന്നെ നമ്മളിവിടെ വലിയ കാര്യത്തിൽ ഇങ്ങനെ പറയാ. എന്താ ഇങ്ങനെ പറ്റി? തൂലിയത്ത് മൈക്ക് കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ മനസ്സിലാക്കി പോകണം. അപ്പൊ എന്നാ മൈക്ക് എടുക്കാനുള്ള ഒരു കൈക്ക് നമുക്ക് എങ്ങോട്ടൊക്കെ ഉണ്ട് മൈക്ക് എടുക്കുക. ആർക്കാ കിട്ടുന്ന ചടുത്തോളെ. ആർക്കും മൈക്ക് കിട്ടാത്ത പ്രശ്നം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. തൂലത്ത് മൈക്കെടുക്കാറുള്ള തൂലത്ത് കേൾക്കണില്ല? മൈക്കെടുക്ക. നൂറുൽ അമീൻ നൂറുൽ അമീൻ ശബ്ദം കേൾക്കുന്നില്ലേ? നൂറുൽ അമീനെ എന്ത് പറ്റി? മൈക്ക് നോക്ക് എന്താന്ന് കേടുന്നത്. നൂറുൽ അമീൻ മൈക്ക് എന്താ പ്രശ്നം നോക്കുക, എന്നിട്ട് മൈക്ക് എടുക്കുക. Assalamualaikum.
الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. السلام عليكم. നൂറുലമീന് ഇന്നലെ പറഞ്ഞപ്പോ ഓർമ്മ, പക്ഷെ ഇന്ന് ഫസ്റ്റ് തുടങ്ങിയപ്പോ ഔദു എന്ന് പറഞ്ഞത് കുറച്ചിങ്ങനെ ഔദു ആയി. ബിസ്മിന്റെ അവിടെ കുറച്ച് ചെറുതായിട്ട് ആയോ, അതിന്റെ ശേഷം പിന്നെ ആ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് മറക്കരുത്. ഇന്നലെ പറഞ്ഞ എല്ലാത്തിനും നീങ്ങുന്ന അവസ്ഥ ഉണ്ടാവരുത്, മറക്കാൻ പാടില്ല. നഅ്ബുദു എന്ന് പറയുമ്പോ ഇയ്യാക നഅ്ബുദു, നഅ്ബുദു അവിടെ ഐനിന്റെ ശബ്ദം ശരിക്ക് കേൾക്കുന്ന വേണം. നഅ്ബുദു അവദ് നഅ്ബുദു അല്ലാതെ ആ എന്നുള്ള അതിന്റെ ശരിക്കുള്ള ശബ്ദം കേൾക്കാതെ ഇയ്യാക നഅ്ബുദു അങ്ങനെ ശരിക്ക് ക്ലിയർ അല്ലാത്ത അവസ്ഥ ആവരുത്. ശരിക്ക് ക്ലിയർ ആക്കി തന്നെ ഉച്ചരിക്കാം. ഉഷാർ ഓട്ടൊക്കെ ആവുന്നുണ്ട് ആളാണ്. പിന്നെ എന്താ ഒരു പൂർണ്ണമായിട്ട് തോന്റെ ശബ്ദം അല്ലാതെ താ ആണോ എന്നൊക്കെ ഇങ്ങനെ തോന്നിക്കുന്ന സൈസുള്ള ഒരു തോ ആയി. അപ്പൊ അതുപോലെ തന്നെ അലൈഹിം അലൈഹിം അലൈ അലൈ ആ അയിന് കഴിഞ്ഞ് ലാമ് കഴിഞ്ഞ് പിന്നെ യാ ഉണ്ട് അവിടെ. അലൈഹിം ആ യാന്റെ സുക്കൂനുള്ള ശബ്ദമൊക്കെയാണ് ശരിക്കും കേൾപ്പിക്കണം. അലൈഹിം സിറാത്തൽ അൻഅംത അലൈഹിം അലൈ അയ്യാന്റെ ശബ്ദം സുക്കൂനുള്ള ശബ്ദം ഇങ്ങനെ അലൈ എന്ന് പറയുന്നത് ശരിക്കും കേൾപ്പിച്ചിട്ട് ഹിം എന്നാകുക. അങ്ങനെ ഓരോ കാര്യം ശരിക്കും ഉഷാറാക്കിയിട്ട് നിർത്താം. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും നിസ്സടിക്കൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام.